പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധത്തിന്റെ കരിനിഴൽ വീഴുകയാണ്. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം പ്രതീക്ഷയോടെ നോക്കി നിന്ന ഇസ്ലാമാബാദ് ചർച്ചകൾ വെറും 21 മണിക്കൂറുകൾ കൊണ്ട് തകർന്നു വീണിരിക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ശത്രുതയ്ക്ക് ഒരു വിരാമമുണ്ടാകുമെന്ന് കരുതിയവർക്ക് മുന്നിൽ ഇപ്പോൾ യുദ്ധഭീതിയുടെ പുതിയ അധ്യായങ്ങളാണ് തുറക്കപ്പെടുന്നത്. ഈ സങ്കീർണമായ സാഹചര്യത്തിലാണ് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദോൻ സാർ നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറെ നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. വെറുമൊരു ഔദ്യോഗിക സംഭാഷണം എന്നതിലുപരി പശ്ചിമേഷ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ ഇന്ത്യയ്ക്കുള്ള വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെയും ഇസ്രായേലിന് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയുമാണ് ഈ ഒരു നീക്കം അടിവരയിടുന്നത്. എന്താണ് പശ്ചിമേഷ്യയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ഇന്ത്യ ഇത് എങ്ങനെ ബാധിക്കും? നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോകം മുഴുവൻ ഉറ്റുനോക്കിയത് പാകിസ്ഥാൻ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്കായിരുന്നു. അവിടെ വെച്ചാണ് US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ പ്രതിനിധി സംഘവും ഇറാൻ ഉദ്യോഗസ്ഥരും തമ്മിൽ ആ ഒരു ചരിത്രപരമായ ചർച്ചകൾ നടന്നത്. ഏകദേശം 21 മണിക്കൂർ നീണ്ടുനിന്ന വളരെ ഇന്റൻസ് ആയ നെഗോസിയേഷൻസ് ആയിരുന്നു. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കും വൈരാഗ്യത്തിനും ഒരു വിരാമം, ഒരു അന്ത്യമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും ഫലം നിരാശയായിരുന്നു. അമേരിക്ക മുന്നോട്ട് വെച്ച കടുത്ത നിബന്ധനകൾ അംഗീകരിക്കാൻ ഇറാൻ തയ്യാറായില്ല. പ്രധാനമായും ഇറാന്റെ യുറേനിയം എൻറിച്ച്മെന്റ് അഥവാ യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായും നിർത്തലാക്കണമെന്നും നിലവിലുള്ള ശേഖരം രാജ്യത്തിന് പുറത്തേക്ക് മാറ്റണമെന്നുമുള്ള കർശന നിലപാടാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത്. ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിദോൻ സാർ ജയശങ്കറുമായുള്ള സംഭാഷണത്തിൽ വ്യക്തമാക്കിയതും ഇതുതന്നെയാണ്. ആണവായുധം കൈവശമുള്ള ഒരു ഇറാൻ ലോകത്തിന് ഭീഷണിയാണ്. അമേരിക്കയുടെ ഈ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനെ ഇസ്രായേൽ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. ഈ ചർച്ചയിൽ ഏറ്റവും ഗൗരവകരമായ മറ്റൊരു വിഷയം ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷ തന്നെയാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഈ പാതയിൽ ഇറാൻ നടത്തുന്ന ഇടപെടലുകളെ ഇസ്രായേൽ വിശേഷിപ്പിക്കുന്നത് സാമ്പത്തിക ഭീകരത എന്നാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ റോൾ പ്രസക്തമാകുന്നത്. ഇന്ത്യയെ പോലെയുള്ള ഒരു എമർജിംഗ് ഇക്കണോമി, അതായത് വളർന്നു വരുന്ന സാമ്പത്തിക ശക്തിയെ സംബന്ധിച്ചിടത്തോളം ഊർജ്ജ സുരക്ഷ വളരെ വളരെ പ്രധാനമാണ്. നമ്മുടെ പെട്രോളും ഡീസലും വരുന്നത് ഈ വഴിയിലൂടെയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇന്ധനവില കുതിച്ചുയരും. അത് നമ്മുടെ മൊത്തം സാമ്പത്തിക വ്യവസ്ഥയെയും വിലക്കയറ്റത്തിലേക്കും അതുപോലെ പ്രതിസന്ധിയിലേക്കും തള്ളിയിടും. അതുകൊണ്ടാണ് ഇസ്രായേൽ മന്ത്രി ഗിദോൻ സാർ ഇന്ത്യയോട് പറയുന്നത് ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ നിലനിൽപ്പിന്റെ കൂടി പ്രശ്നമാണ് എന്ന്. ഇറാൻ വിഷയത്തിന് പുറമെ ലെബനനിലെ സാഹചര്യങ്ങളും ഇരു മന്ത്രിമാരും ചർച്ച ചെയ്തിരുന്നു. ഹിസ്ബുള്ളയുടെ സാന്നിധ്യവും ഇസ്രായേൽ അതിർത്തിയിലെ സംഘർഷങ്ങളും പശ്ചിമേഷ്യയെ ഒരു വെടിമരുന്ന് പുരയാക്കി മാറ്റിയിരിക്കുകയാണ്. ഫെബ്രുവരിയിൽ നടന്ന ആക്രമണങ്ങളിൽ ഇറാന്റെ ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടതും അതിനുശേഷം ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ഓപ്പറേഷൻ ഇറ്റേണൽ ഡാർക്ക്നെസ് പോലുള്ള സൈനിക നീക്കങ്ങളും മേഖലയെ വല്ലാതെ ഉലച്ചിട്ടുണ്ട്. ഇറാൻ നടത്തുന്ന ഈ പ്രോക്സി വാർസ്, നിഴൽ യുദ്ധങ്ങൾ അവസാനിക്കാതെ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരില്ല എന്നാണ് ഇസ്രായേലിന്റെ പക്ഷം. ജയശങ്കറുമായുള്ള സംഭാഷണത്തിൽ ഗിദോൻ സാർ ഊന്നി പറഞ്ഞത് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയുടെ നിലപാടുകൾക്ക് വലിയ വിലയുണ്ട് എന്നാണ്. ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തം ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടുതൽ കരുത്താർജിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാം. പശ്ചിമേഷ്യയിലെ സുസ്ഥിരത അല്ലെങ്കിൽ ബാലൻസ് എന്ന് പറയുന്നത് ഇന്ത്യക്ക് കേവലം നയതന്ത്ര താല്പര്യം മാത്രമല്ല. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരുടെ സുരക്ഷയും അവിടെ നിന്നുള്ള പണത്തിന്റെ വരവും നമുക്ക് വളരെ പ്രധാനമാണ്. ഇതുകൂടാതെ ചബഹാർ തുറമുഖ പദ്ധതി പോലെയുള്ള നമ്മുടെ വലിയ നിക്ഷേപങ്ങൾ ഇറാന്റെ മണ്ണിലാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളായാൽ അത് ഇന്ത്യയെ ഒരു നയതന്ത്രത്തിന്റെ ഒരു നൂൽപാലത്തിലൂടെയുള്ള നടത്തത്തിലേക്ക് നയിക്കും. ഒരു വശത്ത് തന്ത്രപരമായ പങ്കാളിയായ ഇസ്രായേലും അമേരിക്കയും, മറുവശത്ത് ഊർജ്ജ സുരക്ഷയും റീജിയണൽ കണക്ടിവിറ്റിക്കും അത്യാവശ്യമായ ഇറാൻ. ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ സന്തുലിതാവസ്ഥ പാലിക്കുക എന്നത് ജയശങ്കറെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഇസ്ലാമാബാദ് ചർച്ചകൾ പരാജയപ്പെട്ടതോടെ ഉപരോധങ്ങൾ കൂടുതൽ കടുപ്പിക്കാനാണ് അമേരിക്കയുടെ നീക്കം. ട്രംപ് ഭരണകൂടം കൂടുതൽ മിലിറ്ററി പ്രസൻസ് മേഖലയിൽ വർദ്ധിപ്പിച്ചേക്കാം. ആണവായുധ പദ്ധതികളുമായി ഇറാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചാൽ അതൊരു ആയുധ ശേഖരണത്തിനായിട്ടുള്ള ഒരു മത്സരത്തിലേക്ക് നയിക്കും. ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നത് പോലെ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു നിന്നില്ല എങ്കിൽ ആഗോള വിപണിയിൽ ഉൽപ്പന്നങ്ങളുടെ ക്ഷാമവും വൻ വിലക്കയറ്റവും നാം നേരിടേണ്ടി വരും. ചുരുക്കത്തിൽ പശ്ചിമേഷ്യയിലെ ഈ ഒരു പുതിയ അധികാര സമവാക്യങ്ങളിൽ ഇന്ത്യ ഒരു നിശബ്ദ നിരീക്ഷകനല്ല, മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സജീവമായ പങ്കാളിയാണ്, ഒരു ആക്റ്റീവ് പാർട്ട്ണറാണ്. ഇസ്രായേൽ മന്ത്രിയുടെ ഈ ഫോൺ കോൾ വെറും ഒരു വിവര കൈമാറ്റമായിരുന്നില്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ സൂചനയാണ്. സമാധാനം എന്നത് ആർക്കും സൗജന്യമായി കിട്ടുന്ന ഒന്നല്ല എന്നും അത് ജാഗ്രതയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നാണ് എന്നും ഈ ഒരു സാഹചര്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നയതന്ത്രത്തിന്റെ ലോകത്ത് ഒന്നും അസാധ്യമല്ല. ചർച്ചകളുടെ വാതിലുകൾ ഇനിയും തുറക്കപ്പെടുമോ അതോ പശ്ചിമേഷ്യ മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുമോ? നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.